അസ്സലാമലൈക്കും യാ ഹബീബി. അതെ, നമ്മൾ തഹജ്ജുദ് നമസ്കരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ 2 റക്അത്ത് അള്ളാഹുവിന് വേണ്ടി തഹജ്ജുദ് സുന്നത്ത് നമസ്കാരം 2 റക്അത്ത് നമസ്കരിക്കണമെന്ന് നമ്മൾ 2 റക്അത്ത് നമസ്കരിക്കും. നമ്മുടെ ഉദ്ദേശം നമ്മൾ മനസ്സിൽ കരുതുമല്ലോ, ഏത് ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ അള്ളാഹുവിന് വേണ്ടി തഹജ്ജുദ് നമസ്കരിക്കണേ, ആവശ്യം നിറവേറ്റിത്തരാൻ നമ്മൾ റബ്ബിനോട് പറയും. എന്നിട്ട് നിങ്ങൾ വീണ്ടും പിന്നെ നിങ്ങൾ എത്ര റക്അത്ത് നമസ്കരിക്കും? നമുക്ക് സമയമുള്ള പോലെ നമുക്ക് ചില ദിവസമൊക്കെ ഞാൻ 2 റക്അത്താണ് നമസ്കരിക്കാറുള്ളൂ. ചിലപ്പോൾ എനിക്ക് ഉറക്കം വരുന്ന ഒരു ഇതുണ്ട്, എനിക്ക് ഭയങ്കര ഷുഗർ ഉണ്ടേ. അത് ഷുഗർ വന്നിട്ട് മുഖത്തൊക്കെ ഇങ്ങനെ കണ്ടാണ് ടോട്ടായിട്ട് ഇങ്ങനെ ഇതൊക്കെ ഷുഗറും കൊളസ്ട്രോളും കൂടുതലാണ്. അപ്പോൾ ചില ദിവസം എനിക്ക് ഉറക്കം വരും നന്നായിട്ട്. അപ്പോൾ ഞാൻ ഉറക്കം വന്നുകൊണ്ട് 2 റക്അത്തൊക്കെ ആയിട്ട് നമസ്കരിക്കുകയുള്ളൂ. ചിലപ്പോൾ ഞാൻ തഹജ്ജുദ് കഴിഞ്ഞാൽ പിന്നെ സുബഹി കഴിഞ്ഞിട്ടല്ലേ നമ്മൾ കിടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും അള്ളാഹു ബർക്കത്തും ഈമാനും ആരോഗ്യം തരട്ടെ. നമുക്ക് മുടങ്ങാതെ തഹജ്ജുദ് നമസ്കരിക്കാനും അള്ളാഹുവിനോട് ദുആ ചെയ്ത് അള്ളാഹുവിന് വേണ്ടി നമസ്കരിച്ച് ജീവിക്കാൻ, അള്ളാഹുവിൻ്റെ ഇബാദത്തുകൾ മുറുകെ പിടിച്ച് അള്ളാഹുവിൻ്റെ മുറുകെ നമുക്ക് മുടങ്ങാതെ തഹജ്ജുദ് നമസ്കരിക്കാനും ഫർളാക്കപ്പെട്ട നമസ്കാരം കളയാക്കാതെ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കാനും അള്ളാഹു നമ്മളെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമസ്കാരത്തിന് ശേഷം 2 റക്അത്തോ 4 റക്അത്തോ 6 റക്അത്തോ നമുക്ക് തഹജ്ജുദ് നമസ്കരിക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് എല്ലാവർക്കും ആവതുപോലെ നമസ്കരിക്കാൻ അള്ളാഹു ആരോഗ്യം തരട്ടെ. നമ്മുടെ ഇഷ്ടാനുസരണം നമസ്കരിക്കാൻ അള്ളാഹു ആരോഗ്യ ആഫിയത്തും നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഓരോരോ ആഗ്രഹങ്ങളും നിങ്ങൾ ഈ 2 റക്അത്ത് നമസ്കാരത്തിന് മുമ്പ് നിങ്ങൾ പറഞ്ഞ് അള്ളാഹുവിനോട് നെയ്യത്ത് ചെയ്തിട്ട് നിങ്ങൾ നമസ്കരിച്ച് ഉറപ്പായിട്ടും നിങ്ങൾ തഹജ്ജുദ് നമസ്കാരത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി തരും. നിങ്ങൾ തഹജ്ജുദ് നമസ്കരിക്കുമ്പോൾ ഉറപ്പായിട്ടും കൂടുതലും നിങ്ങൾ ഒരു 2 മണി സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് നമസ്കരിച്ച് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ആ ടൈമിലൊന്നും അള്ളാഹുവിനോട് ആരും അങ്ങനെ ദുആ ചെയ്യാനുണ്ടാവില്ല. ആ ടൈമിലൊക്കെ ഫ്രീ ആയിട്ട് കിടക്കുകയായിരിക്കും. ആ വിശാലമായ അള്ളാഹുവിൻ്റെ ലോകത്ത് അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ ആരും ഉണ്ടാവില്ല. ആ ടൈമിൽ എല്ലാവരും സുബഹിനോട് അടുക്കണ സമയത്തായിരിക്കും മിക്ക ആളുകളും 4 മണി 4:30 എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കണേ. നമ്മൾ ഒന്നും ഉറങ്ങിയിട്ട് 2 മണിക്ക് നിങ്ങൾ എണീറ്റ് തഹജ്ജുദ് നമസ്കരിച്ച് നോക്കിയേ. എന്നിട്ട് ആ നമസ്കരിച്ച് നിങ്ങൾ ദുആ ചെയ്തതിന് ശേഷം നിങ്ങൾ ഉറങ്ങി നോക്കിയേ, നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടുകയും ചെയ്യും. നിങ്ങൾ ഒരുപാട് സമയം നിങ്ങൾ ഉറങ്ങിയ പോലെ ഫീലുണ്ടാവും. നിങ്ങൾക്ക് ഉറക്കത്തിലൊരു ക്ഷീണം ഉണ്ടാവും. ഞാൻ അങ്ങനെ മിക്കപ്പോഴും ചെയ്യുമ്പോൾ നല്ല സുഖം കിട്ടും കേട്ടോ. കാരണം നമ്മൾ 2 മണിക്ക് എണീറ്റാൽ പിന്നെ എങ്ങനെയൊക്കെ എടുക്കണം, പിന്നെ നമ്മൾക്ക് സമയം ഉണ്ടാവില്ല, വീണ്ടും സുബഹിക്ക് എണീക്കേണ്ടതെന്നാണ്. പക്ഷേ പിന്നെ വീണ്ടും നമ്മൾ ഉറങ്ങിയാലും മതി വരെയും ചെയ്യും. നമുക്ക് വേഗം സുബഹിയുടെ സമയം ആയില്ലേ എന്നുള്ള ഈ തോന്നൽ വരും. നമുക്ക് കുറേ നേരം ഉറങ്ങിയ ഒരനുഭവം നമുക്ക് ഉണ്ടാവും. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോട്ടോ. അസ്സലാമു അലൈക്കും.